അവിടെയാണ് ഈമാൻ, അവിടെയാണ് ഇഖ്ലാസ്, അവിടെയാണ് ഇസ്തിഖാമത്ത് മുന്നോട്ട് നീങ്ങേണ്ടത്. നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന വസ്ത്രം കൂട്ടുകാരൻ സെലക്ട് ചെയ്യട്ടെ, നമ്മുടെ മുഹിബ് സെലക്ട് ചെയ്യട്ടെ, ആര് തിരഞ്ഞെടുക്കുന്നതാകട്ടെ, ദീൻ അതിനെപ്പറ്റി എന്ത് പറയുന്നു എന്നൊരു നോട്ടം നോക്കണം. ദീനിൽ അത് റെഡിയാണോ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് വേണ്ടേ വേണ്ട. എന്തേ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിലുള്ള ഇസ്തിഖാമത്താണ്. ഔലിയാക്കൾ മുഴുവനും ജീവിച്ചത്, സ്വാലിഹീങ്ങൾ മുഴുവനും ജീവിച്ചത് ആ ഇസ്തിഖാമത്തിന്റെ മേഖലയിലാണ്. അണു അളവ് തെറ്റാതെ അവർ മുന്നോട്ട് നീങ്ങിയപ്പോ ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു ഭയവുമില്ല. നമുക്കെത്ര വലിയ പേടിയാ നോക്ക് നിങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾക്കാ പേടിയെന്ന് നോക്ക് സഹോദരങ്ങളെ. പേടി മാറുന്നുണ്ടോ? ഒരേ വീട്ടിൽ നിസ്കരിക്കുന്ന ബാപ്പയും മക്കളും, പുറത്തുള്ളവരല്ലോ ബാപ്പയും മക്കളും. അപ്പൊ ബാപ്പ മക്കളോട് പറഞ്ഞു, മക്കളെ എല്ലാവരും ഒരു 6 മീറ്റർ വിട്ട് അങ്ങോട്ട് നോക്കി. വലിയ പേടിയാണ്. അതേ വീട്ടിൽ ഉളു എടുത്ത് ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് നല്ല വൃത്തിയായി നിസ്കരിക്കാതെ നിൽക്കുന്ന മക്കളോട് പേടിയാണ്. മക്കളെ എല്ലാ പേടിയാണ്. അല്ല അടുത്തെന്നാൽ പേടിയാണ്. എന്താ പേടി സഹോദരങ്ങളെ? ഈമാനിന്റെ ഇഖ്ലാസിന്റെ കുറവല്ലേ പേടി? എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴേക്ക് വരുന്ന പേടി അതല്ലേ? മഹത്തുക്കൾക്കുണ്ടോ അങ്ങനെ വല്ല പേടിയും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മദീനയിൽ വലിയ തീപിടുത്തമുണ്ടായി. ആളുകളൊക്കെ ഭയന്നോടാ സമയത്ത് ഖലീഫ നേരെ മുന്നോട്ട് ചൊല്ലുന്നു, കുപ്പായം മൂരിയിട്ട് തീയിലങ്ങിടുന്നു, തീ കെട്ടുപോകുന്നു. നമ്മൾ കുപ്പായം ഇട്ടാൽ കത്തില്ല, വലിയ ആളിപ്പടരുന്ന തീ. കുപ്പായം ഒരു കെട്ടു, ചെറിയ തീയല്ല, ആളിക്കത്തുന്ന വലിയ തീ, തീപിടുത്തം. അടുത്തേക്ക് പോകാൻ ധൈര്യമുണ്ട് ആൾക്കാർ. ഉമർ റളിയല്ലാഹു അൻഹു നേരെ അടുത്തേക്ക് ചെന്നു. അവരെന്തിനു പേടിക്കണം? ഇസ്തിഖാമത്തിലല്ലേ. ആരെ പേടിക്കണം? സിംഹങ്ങളെ പേടിച്ചോ? ആനകളെ പേടിച്ചോ? പുലികളെ പേടിച്ചോ? എന്തിനെങ്കിലും പേടിച്ചോ? മഹാന്മാര് അവരെ വഴിക്കങ്ങ് നീങ്ങിയപ്പോ, അല്ലാഹ് കൽപ്പിച്ചതിൽ ശരിയായ നിലക്കങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോ ഫലാ ഖൗഫുൻ അലൈഹിം, പിന്നെ ഒന്നും പേടിക്കാനില്ല. ദുന്യാവ് കുറയുന്ന പേടില്ലേ സഹോദരങ്ങളെ? ദീന് ലെവലാകാത്തത് കൊണ്ട് എന്ന് പേടിയാണ്. മഹാന്മാരെ പിന്നാലെയല്ലേ ദുന്യാവ് നടന്നിരുന്നത്? അവര് വിളിക്കുന്നിടത്തേക്കല്ലേ ദുന്യാവ് വന്നിരുന്നത്? അവരുദ്ദേശിക്കുന്ന രൂപത്തിലല്ലേ ദുന്യാവ് നടന്നിരുന്നത്? എന്തേ കാരണം? അവര് ദുന്യാവിന്റെ പിന്നാലെ പോയില്ല, ദീനിൽ അങ്ങ് അടിയുറച്ചു നിന്ന് ഇസ്തിഖാമത്തിൽ അല്ലാഹുവിന്റെ മാർഗത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച മാർഗത്തിലും അംബിയാ ഔലിയാക്കൾ പഠിപ്പിച്ച മാർഗത്തിലും ഉറച്ചങ്ങ് നിന്നപ്പോ ദുന്യാവ് ഇങ്ങോട്ട് വന്നു, അവരങ്ങോട്ട് തേടിപ്പോയിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ചെറിയ കൊച്ചുമകളെയും കൊണ്ട് മത്സ്യവേട്ടയ്ക്ക് വേണ്ടി മഹാൻ അവർകൾ ഇറങ്ങി, കടലിറങ്ങി മത്സ്യവേട്ട നടത്താൻ. ചെറിയ പെൺകുട്ടിയെ കൂടെ ഒരു 3-4 വയസ്സായി. കുട്ടികളെങ്ങനെ കൈ പിടിച്ചു കൊണ്ടുവന്ന പ്രായം. കുട്ടി പറഞ്ഞു, ഒരു മീന് ചൂണ്ടലിട്ട് കൊളുത്താൻ നോക്കുന്ന നേരത്ത് കുട്ടി പറഞ്ഞു, വാപ്പ അതിനെ പിടിക്കണ്ട, അത് തസ്ബീഹല്ലെന്നുണ്ട്, എന്നെ വേണ്ട. എന്നാ അത് വേണ്ട, പോട്ടെ. വേറൊന്നിനെ കൊത്താൻ നോക്കുമ്പോ കുട്ടി പറഞ്ഞു, അതും തസ്ബീഹല്ലെന്നുണ്ട്, വേണ്ട. ഏതിനെ ചൂണ്ടലിട്ട് പിടിക്കാൻ നോക്കുമ്പോൾ കുട്ടി പറയും, അതിനും വേണ്ട, അതിനും വേണ്ട. പിന്നെ നമ്മളെന്താ നമ്മളെ ചെയ്യാം? നമ്മൾ പോവുക, വീട്ടിൽ പോവുക. മത്സ്യങ്ങൾ തസ്ബീഹോ? സുബ്ഹാനല്ലാഹ്, മത്സ്യങ്ങൾ തസ്ബീഹോ? എത്ര തസ്ബീഹ് അവർ ചൊല്ലും, എത്ര ഇസ്തിഗ്ഫാർ അവർ ചൊല്ലും, എത്ര ദുആ അവർ ചൊല്ലും. മുതഅല്ലിമീങ്ങൾക്ക് ദുആർക്കുന്നിടത്ത് ലോകത്തുള്ള എല്ലാ ആളുകളും ദുആർക്കുന്ന സംഭവം പറഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഹത്തൽ ഹീതാനു ഫിൽ മാ, വെള്ളത്തിലുള്ള മത്സ്യം വരെ അവർക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. കുല്ലുൻ യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറൽ ഉനാസ മുഹസ്സിലാ വമലായികും തളഉൽ ജനാഹ ലഹു ഇദാ
يسعى لذنب مرامه متقبلا. എല്ലാവരും അതാ തസ്ബീഹ് ചൊല്ലുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. മത്സ്യം വരെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു എന്ന് പറഞ്ഞില്ല, അവർക്കുണ്ട് തസ്ബീഹ്. ദുന്നൂൽ മിസ്രി തങ്ങൾ പറഞ്ഞു, മോളെ ഒന്നും വേണ്ട, നമ്മള് വീട്ടിക്ക് പോകാം. മകൾ പറഞ്ഞു, ബാപ്പാ വീട്ടിക്ക് പോകാം. ആ തസ്ബീഹിനെ നമ്മൾ പരിഗണിച്ച് വീട്ടിൽ പോയാൽ നമുക്ക് വേണ്ട ഭക്ഷണം അല്ലാഹു തരും, നിങ്ങൾ വിഷമിക്കണ്ട. ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാനാകുന്ന നേരത്തെ മേശപ്പുറത്ത് ഇങ്ങനെ ഭക്ഷണം വരണം. ആരാ തരുന്ന സഹോദരങ്ങളെ? ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാറാകുന്ന നേരത്ത് വരുമ്പോഴേക്കും ഭക്ഷണം റെഡി. നല്ല മത്സ്യം അതിലുണ്ട്. മത്സ്യം പിടിക്കാതെ പോരാൻ കാരണം ആ മത്സ്യത്തിന്റെ തസ്ബീഹ് മകള് മനസ്സിലാക്കി പറഞ്ഞു. ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, 12 വയസ്സാകുമ്പോ എന്റെ പൊന്നുമോളങ്ങ് വഫാത്തായി. പിന്നെ പിറ്റേന്ന് ഭക്ഷണം വരുന്നത് കാണുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഭക്ഷണം വന്നിരുന്നത് മോളെ പരിഗണിച്ചാണ്. ആ കുഞ്ഞു മകളല്ലേ പറഞ്ഞത്, ബാപ്പാ അത് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അതും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, ഇതും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, പിടിക്കണ്ട, നമ്മൾ തിരിച്ചു പോകാം. അവരുടെ തസ്ബീഹ് നമ്മൾ പിടിക്കാതെ ഇന്നും കൂടി അങ്ങ് നിൽക്കട്ടെ, നമ്മളത് പിടിക്കണ്ട, വേറെ ആരെങ്കിലും പിടിച്ചോട്ടെ. മത്സ്യം പിടിക്കുന്നത് തെറ്റാണോ? അല്ലാഹു ഹലാലാക്കിയതല്ലേ. പക്ഷേ അള്ളാഹുവിന്റെ തസ്ബീഹ് എന്ന നിലക്കൊരു പരിഗണന കൊടുത്തപ്പോ അള്ളാഹു ഭക്ഷണം ഡയറക്റ്റായി ഇവിടെ കൊടുത്തു. സഹോദരങ്ങളെ, ദുനിയാവ് കുറഞ്ഞു പോകുന്ന പേടിണ്ടായാൽ ദീനിൽ നമുക്ക് കുറവുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മഹത്തുക്കളെ കണ്ടില്ലേ, അവർക്ക് ദുനിയാവ് ഒരു നിലക്കും കുറഞ്ഞു പോകുമെന്നൊരു പേടിയുമില്ല. അതുകൊണ്ട് തന്നെ ദുനിയാവ് അവരെ തേടി ഇങ്ങോട്ട് വന്നു. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുത്തു, അവരെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു കൊടുത്തു, വേണ്ടതെല്ലാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അവര് മുന്നോട്ട് 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 വെച്ചത് അള്ളാഹുവിന്റെ ദീനിലായിട്ടുള്ള ഇസ്തിഖാമത്താണ്. അതുകൊണ്ട് അവർക്കൊരു വിഷമവുമില്ല, ഒരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവും ഇല്ല. വളരെ കഷ്ടപ്പെട്ട് ഓതിപ്പടിച്ചിരുന്ന മഹാനല്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. പലപ്പോഴും മഹാനവറുകൾ പറയാറുണ്ട്, ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട് കിതാബ് ഓതുന്ന സമയത്ത്. പക്ഷേ അപ്പോഴും ക്ഷമയോടെ മുന്നോട്ട് നീങ്ങിയപ്പോ അള്ളാഹു തുറന്നു തന്നതിന് കയ്യും കണക്കുമില്ല. ഹയാത്ത് കാലത്ത് തന്നെ ശൈഖ് ജീലാനി തങ്ങളുടെ ഹളറത്തിലേക്ക് മുഹിബ്ബീങ്ങളും ഉദ്ദേശം പൂർത്തീകരിക്കാനും നേർച്ച വന്നിരുന്നത് എത്ര സ്വർണ്ണാഭരണങ്ങളാണ്. രാജാക്കന്മാര് വരെ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങള് 1, 2, 3 ജോഡിയാക്കി ഇടക്കിടക്ക് കൊടുത്തു വിടുന്നു. കൊണ്ടേ കൊടുക്ക് ശൈഖ് ജീലാനിക്ക് കൊണ്ടേ കൊടുക്കും. നല്ല ജോഡി വസ്ത്രങ്ങള്, അതിന് 1000 ദീനാർ 2000 ദീനാറോ കിട്ടും. ഇന്നല്ല അന്നത്തെ 2000 ദീനാർ ഇന്ന് കൂട്ടി നോക്കുമ്പോ ലക്ഷങ്ങളും മറി അപ്പുറം പോകുന്നത്. സുബ്ഹാനല്ലാഹ്, കിട്ടുന്ന ജോഡി വസ്ത്രങ്ങൾ നോക്കിയിട്ട് ശൈഖ് ജീലാനി തങ്ങൾ പറയും, ഇത് അവിടെ റൊട്ടി ചുടുന്ന ആളില്ലേ, കൂലിയായിട്ട് അയാൾ കൊണ്ടേ വിറ്റിട്ട് കിട്ടുന്ന കൂലി എടുത്തോട്ടെ. ശമ്പളമൊന്നുമില്ല തന്നെ കിട്ടുന്നത് തന്നെ. ഇപ്പൊ ഒരുത്തത്തിൽ അവർ ആർക്കെങ്കിലും കിട്ടാതാകും, ആർക്കും കിട്ടാതാകൂല. കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് മുന്നോട്ട് നീങ്ങുന്നതും മുന്നോട്ട് നിൽക്കുന്നതും ഉറച്ചു നിൽക്കുന്നതും അള്ളാഹുവിന്റെ ദീനിന്റെ ഇസ്തിഖാമത്തിലാണ്. അള്ളാഹു ധാരാളം കൊടുക്കുകയും ചെയ്യും. കൊർക്കൂലല്ലോ, ഒന്നും കൊർക്കൂലല്ലോ. അതേ സമയത്ത് ദീനിന് കുറവും ദുന്യാവിന് പേടിയാണെങ്കിലോ നേരെ തിരിച്ചാകും സഹോദരങ്ങളെ. എന്ത് തിരിച്ച്? പരീക്ഷണത്തിന്റെ കയ്പ് നീരായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ഇസ്തിഖാമത്തിന്റെ മാർഗത്തിലായി ഉറച്ചു നിന്നാൽ ഒരു ചില്ലിക്കാശ് മാത്രമേ കയ്യിലുള്ളൂ. നല്ല കൊടുക്കാൻ അർഹതയുള്ള ഒരാൾ മുന്നിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ആ കാശ് മാത്രമേ നമുക്ക് ദൂരത്തേക്ക് പോകാനുള്ളൂ. പക്ഷേ ഇയാളെ കണ്ടിട്ട് കൊടുക്കാതെ പോകാൻ തോന്നുന്നില്ല. കൊടുക്കണ്ടേ? കൊടുക്കാതെ ഒഴിവാക്കിയാൽ കയ്യിലുണ്ടായിട്ട് എന്തിനു ഒഴിവാക്കി ഒരു ചോദ്യം വരൂലേ? മഹാന്മാരെന്ത് ചെയ്യും? അവരങ്ങ് കൊടുക്കും. പിന്നെയോ പിന്നുള്ള മാർഗം നല്ല എളുപ്പമാക്കി കൊടുക്കുന്നു.
ഒരു പേടിയുമില്ലാതെ അവർ കാര്യങ്ങൾ നിർവഹിച്ചു പോകും. അവരെ ഉദ്ദേശങ്ങൾ വേണ്ടതുപോലെ നടക്കും. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു മഹാൻ അവരുടെ ഇസ്തിഖാമത്തിന്റെ ശൈലി പറയണ്ടേ. നിങ്ങൾ നോക്കി എത്രമാത്രം വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ച ആളാണ്. താബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. കള്ളപ്രവാചകനായ അസ്വദുൽ അൻസി യമനിൽ വെച്ച് അബൂ മുസ്ലിമിനെ പിടിച്ചു കെട്ടിയിട്ട് ചോദിച്ചു, അബൂ മുസ്ലിമേ അതശ്ഹദു അന്നീ റസൂലുള്ളാഹ്. ആരാ ചോദിക്കുന്നത്? അസ്വദുൽ അൻസിയാ ചോദിക്കുന്നത്. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സമ്മതിക്കുമോ? അബൂ മുസ്ലിം എന്താ പറഞ്ഞ? ഞാൻ കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്നില്ല. എന്താ പറഞ്ഞ? ഞാൻ അങ്ങനെ പറയാ? ഞാൻ പറയൂല. ഞാൻ എന്താ പറയാന്നറിയോ? ഞാൻ പറയുന്നൊരു ഭാഷയുണ്ട്, അശ്ഹദു അന്നക മലികുൻ കദ്ദാബ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. നീ ഒന്നാം നമ്പർ കളവ് നല്ലോണം പറയുന്ന രാജാവാണെന്ന് പറഞ്ഞു. ഞാൻ റസൂലാന്ന് ആരെ പറയുന്നറിയോ? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ ആ റസൂലെ അംഗീകരിക്കുന്നത്. നിന്നല്ല, നിന്നെ മലിക്കും കദ്ദാബ്. നിന്റെ പേരിനോട് ചേർത്തിട്ട് അങ്ങനെ റസൂലുള്ളാഹ് ഞാൻ പറയില്ല. അതെനിക്ക് നടക്കൂല. നിന്നെ ശക്തമായി ശിക്ഷിക്കും. അതല്ലേ നിനക്ക് കഴിയുള്ളൂ. നീ ചെയ്തോ? ഒരുപാട് തവണ ചോദിച്ചു, ഒന്നിനും സമ്മതിച്ചില്ല. വലിയ അഗ്നികുണ്ഡം ഉണ്ടാക്കി. ആ അഗ്നികുണ്ഡത്തിലേക്ക് വരിഞ്ഞു മുറുക്കി കെട്ടി അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ വലിച്ചെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിഞ്ഞിട്ട് അസ്വദുൽ അൻസി അവന്റെ ആളുകളോട് പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കൂ എന്തൊക്കെ ആയിട്ടുണ്ട്, ആള് തീർന്നിട്ടുണ്ടോ എന്ന് പോയി നോക്കാനാ പറഞ്ഞത്. അപ്പൊ ചെന്ന് നോക്കുമ്പോ എന്താ പണി? ആ തീയിലിങ്ങനെ നല്ലൊരു സ്ഥലം തരികയാണ് നിസ്കരിക്കാൻ വേണ്ടിട്ട്. അവർക്ക് തീ, സഹോദരങ്ങളെ, അല്ലാഹു തആലാന്റെ ഒരു മഖ്ലൂഖല്ലേ അത്? ആ തീനേക്കാളും വലിയ മഖ്ലൂഖല്ലേ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. തീ അബൂ മുസ്ലിം തങ്ങളെ പേടിക്കാന്നല്ലാതെ അബൂ മുസ്ലിം തങ്ങളുണ്ടോ തീനെ പേടിക്കുന്നത്? ഇസ്തിഖാമത്തിലല്ലേ മഹാനവകൾ, പിന്നെന്ത് പേടിക്കാനാ? വിശ്വാസ രംഗത്ത് നല്ല ആർജവത്വത്തോടല്ലേ പറയുന്നത്? നീ ഒരു കള്ളനായ രാജാവാണെന്ന് പറയാം. അല്ലാഹുവിന്റെ റസൂലാണ് നിന്നെ പറ്റി പറയാൻ, പിന്നല്ലേ സമ്മതിക്കുന്നത്? അത്ര വാചകം തന്നെ പറയില്ല. തീയിലിങ്ങനെ തരയാ നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? മുമ്പ് നോക്കിയില്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞിട്ട് കുറെ ഏകദേശം തീ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്ന് എത്ര വലിയ അഗ്നികുണ്ഡമാണ്. ആഴ്ചകളോളം അന്ധവിശ്വാസമുള്ള ആൾക്കാർ വിറകിട്ട് നേർച്ചയാക്കിയതാണ്. എന്തൊക്കെ ഉദ്ദേശം വെച്ചിട്ട്? രോഗം മാറാൻ ഒരു 100 വിറകിട്ട്, ഉദ്ദേശം 50 കെട്ട്. നമ്രൂദിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആ കെട്ടുകളൊക്കെ എത്ര കെട്ടുകളാ കത്തിച്ചത്. ഏകദേശം തീയൊന്നിങ്ങനെ ശമിച്ചു, മുക്ക് തീർന്നിട്ടില്ല. മുകളിൽ മലമുകളിൽ കയറിയിട്ട് നമ്രൂദ് ഇങ്ങനെ നോക്കി വിളിച്ചു, ഇബ്രാഹിം നബിനെ വിളിച്ചു. ഓ, വിളി കേൾക്കുന്നുണ്ട്. ഇബ്രാഹിം നബി വിളി കേൾക്കുന്നുണ്ട്. നടന്നു വരാൻ പറ്റുമോ? സൂപ്പറായിട്ട് പറ്റും നടന്നു വരാൻ. അപ്പൊ ചോദിച്ചു നമ്രൂദ്, ആരാ അടുത്തൊരാളെ കാണുന്നത്? മുകളിൽ നിന്ന് കുറേ ദൂരത്തു നിന്ന് നോക്കിയിട്ട് അടുത്തൊരാളെ കാണുന്നുണ്ട്. അത് ആരാന്നറിയോ? അത് തണലുകൊണ്ട് അള്ളാഹ് ഏൽപ്പിച്ച മലക്കാണ്. ടൈം പാസിന് വേണ്ടി വർത്തമാനത്തിൽ പറഞ്ഞയച്ചതാ. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചിട്ടില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇബ്രാഹിം നബിയെ എന്തെങ്കിലും ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ മഅരിഫതുഹു ഹാലി യുഗ്നീനി അൻ സുആലി, എന്റെ അവസ്ഥ നന്നായി അല്ലാഹുക്ക് അറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കാറൊന്നുമില്ല. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഇരുത്തം കണ്ടിട്ട് നല്ല ഒരു രാജാക്കന്മാരിരിക്കുമ്പോഴുള്ള ഇരുത്താണ് നമ്രൂദ് കാണുന്നത്. നമ്രൂദ് പറഞ്ഞു, ഞാൻ 1000 ഒട്ടകങ്ങളെയും 1000 ആടുകളെയും 1000 പശുക്കളെയൊക്കെ അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീന്റെ ഉള്ളെന്ന് പറഞ്ഞു, അതൊക്കെ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഒന്ന് അള്ളാഹിനെ വിശ്വസിച്ചോളി. അള്ളാഹുത്തല കൊടുക്കുന്നൊക്കെ സ്വീകരിക്കണമെങ്കിൽ ഒന്ന് അള്ളാഹുത്തലാനെ വിശ്വസിച്ചൂടെ? അത് തീരുമാനിക്കാനായിട്ടില്ല. നിങ്ങൾ ഭയങ്കര സംഭവമാണ്.
നിങ്ങളിങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ, ഒന്നും പറ്റിയില്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ 200 കൊല്ലത്തെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പ്രായാധിക്യത്തിൽ ആളുകൾ ചോദിച്ചു, ദുനിയാവിൽ അനുഭവിച്ച ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, 50 ദിവസം. 50 ദിവസം തീന്റെ ഉള്ളിൽ താമസിച്ച 50 ദിവസം. അത്ര വലിയ സന്തോഷമുള്ള അനുഭവമുള്ള ഒരു ദിവസം ദുനിയാവിൽ ഉണ്ടായിട്ടില്ല. കിട്ടുന്ന പാനീയം സ്വർഗത്തിൽ നിന്നാണ്, കിട്ടുന്ന ഭക്ഷണം സ്വർഗത്തിൽ നിന്നാണ്, സംസാരിച്ചാൽ എത്രയും മടുപ്പ് വരാത്ത, പിന്നെയും പിന്നെയും സംസാരിക്കാൻ തോന്നുന്ന മലക്കിനോടാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് നടന്നു വരാൻ പറഞ്ഞപ്പോ എത്ര സൂപ്പറായിട്ടാ നടന്നു വന്നത്. ഒരു പോർലുമേറ്റിട്ടില്ല, കണ്ടില്ലേ, സന്തോഷമാണ്. അൽഹംദുലില്ലാഹ്.